സിമ്പിളല്ലേ ലോജിക്ക്? അവരിവിടെ പഠിക്കട്ടെ, ആർക്കാ പ്രശ്നം? മുല്ലാക്കന്മാർ 5-6 സ്കൂളിൽ തുടങ്ങട്ടെ, എന്നിട്ട് മുല്ലാക്കന്മാരുടെ മക്കൾ അതുപോലെ പോട്ടെ. അല്ലാതെ ഇത് പിന്നെ ഒരു യൂണിഫോം ഉള്ള സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് അത് ന്യായമല്ല. അതിനോട് യോജിക്കാൻ പറ്റും. അതിന്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രവാദ ചിന്താഗതിക്കാരാണ്. അതിന് ലീഗ് അടക്കമുള്ള ആളുകൾ, കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാണ്. ശിവൻകുട്ടി അതിന്റെ മുകളിൽ കയറിയിട്ട് ഗോളടിക്കാൻ നോക്കും. ഇതെല്ലാം എല്ലാവരും കാണുന്നുണ്ട്. ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, ധാരാളം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട്. ശബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന്, അവർക്കൊരു മാസമോ 2 മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല, അതൊരാദരവോടുകൂടിയാണ് കാണുന്നത്. ഒട്ടുതെട്ടു വരുന്ന കുട്ടികളുണ്ട്, കുരിശ് ധരിച്ചു വരുന്നവരുണ്ട്. കുരിശ് ധരിക്കൽ അവർക്ക് മതത്തിന്റെ ഒരു എസൻഷ്യൽ ഭാഗമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ ആചാരത്തിന്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ, വിദ്യാർത്ഥികൾ പോലും കുരിശ് ധരിച്ചു വരിക എന്ന് വരുമ്പോൾ അതിന് തടയാറില്ല. സ്കൂളില്, മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ തൊപ്പി ധരിക്കുന്നത് ചിലയിടങ്ങളിൽ അത് യൂണിഫോമിന്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ, പ്രോസ്പെക്ടസുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അതുപോലെ പെൺകുട്ടികൾക്ക് തലമറക്കുന്നതും എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്നാൽ അതേ സ്കൂളിൽ വരുന്ന അമുസ്ലിം വിദ്യാർത്ഥികളെ തൊപ്പി വയ്ക്കാനോ വിദ്യാർത്ഥിനികളെ തലമറക്കാനോ നിർബന്ധിക്കാറില്ല എന്ന് മാത്രമല്ല, ചെറിയൊരു പ്രേരണ പോലും അവർക്ക് നൽകാറില്ല. കാരണം അതവരുടെ മതത്തിന്റെയോ ആചാരത്തിന്റെയോ സ്വാതന്ത്ര്യമാണ്.